കർണാടകയിൽ ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാന കാര്യം ജനകീയമായ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് ഡി.കെ. ശിവകുമാർ നടത്തിയത്. വിദ്യാർത്ഥികൾ, നഗരവാസികൾ, തൊഴിലന്വേഷകർ, സാധാരണക്കാർ തുടങ്ങിയ വലിയൊരു വിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ള 6 സുപ്രധാന പദ്ധതികൾക്കാണ് ഇന്ന് നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഔദ്യോഗികമായി അംഗീകാരം നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ കോൺഗ്രസ് നൽകിയ ഉറപ്പുകൾ യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ആദ്യ പടിയായിട്ടാണ് ഈ പ്രഖ്യാപനങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ജനപ്രിയ തീരുമാനം ഉണ്ടായത്. വിധാൻ സൗദയിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പുതിയ ഭരണകാലം കർണാടകയുടെ വികസനത്തിന്റെയും ജനകീയ ഇടപെടലുകളുടെയും പുതിയൊരു അധ്യായമാകുമെന്ന് മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധികളും അതുപോലെ വലിയ വിജയങ്ങളും നേടിയിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികളുടെ വേട്ടയാടൽ കാരണം കേസിൽപ്പെട്ട് ജയിലിൽ കഴിയേണ്ടി വന്ന നിർണായക കാലഘട്ടത്തിലും താൻ ഒട്ടും തളർന്നില്ല. തന്നെ വിശ്വസിച്ച ജനങ്ങൾക്കൊപ്പമാണെന്നും നിലകൊണ്ടത്. മുഖ്യമന്ത്രി പദം എന്നത് കേവലം ഒരു വ്യക്തിയുടേതല്ല, മറിച്ച് കർണാടക ജനത അർപ്പിച്ച വലിയ വിശ്വാസത്തിന്റെ പ്രതീകമാണെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. മുതിർന്ന നേതാവും തന്റെ മുൻഗാമിയുമായ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വലിയ രാഷ്ട്രീയ പ്രതിബദ്ധത മാനിച്ചാണ് സ്ഥാനത്ത് നിന്നും മാറിയതെന്ന് ഡി.കെ. ശിവകുമാർ ഓർമ്മിപ്പിക്കുകയാണ്. സംസ്ഥാനത്തെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും സാധാരണ ജനങ്ങൾ ദിനം പ്രതി നേരിടുന്ന വെല്ലുവിളികൾ സർക്കാർ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഗ്രാമങ്ങളിൽ മെച്ചപ്പെട്ട പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നഗരങ്ങളിലേക്കുള്ള വ്യാപകമായ കുടിയേറ്റം പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത സർക്കാരിന് ബോധ്യമുണ്ട്. അതിനുള്ള കർമ്മ പദ്ധതികൾ ഉടൻ തയ്യാറാക്കുമെന്നാണ് ഡി.കെ. ശിവകുമാർ പറയുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രതിധ്വനി ഉണ്ടാക്കുന്ന 6 ജനകീയ പദ്ധതികളാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റെ പ്രധാന ഹൈലൈറ്റ് ഉണ്ടായത്. അതായത് സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി ബസ് പാസ് നൽകും. ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് ഈ പദ്ധതി. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ ഇതിലൂടെ സാധിക്കും. BPL കുടുംബാംഗങ്ങൾക്ക് 10 കിലോ സൗജന്യ അരി വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കിയുള്ള അന്നഭാഗ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാകും ഇത് നൽകുക. തൊഴിലില്ലാത്ത യുവജനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകും. ബിരുദം കഴിഞ്ഞവർക്ക് പ്രതിമാസം നിശ്ചിത തുക യുവനിധി എന്ന പേരിൽ സർക്കാർ വിതരണം ചെയ്യും. നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ബംഗളൂർ അടക്കമുള്ള പ്രധാന കോർപ്പറേഷനുകൾക്ക് പ്രത്യേക വികസന ഫണ്ട് അനുവദിക്കും. നഗരങ്ങളിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കും. ചെറുകിട കാർഷിക വായ്പകൾ എഴുതി തള്ളുന്നതിനും കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ പുതിയ ലോൺ നൽകും. കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഭൂവുടമകൾക്കും കൃഷിക്കാർക്കും ഇത് വൻ ആശ്വാസകരമായി മാറുമെന്നതിൽ സംശയമില്ല. വനിതകളെ ശാക്തീകരിക്കുക അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ ഇതെല്ലാം ലക്ഷ്യമിട്ട് ഓരോ കുടുംബത്തിലെയും കുടുംബനാഥയ്ക്ക് മാസം തോറും 2000 രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകും. കൂടാതെ സ്ത്രീ സുരക്ഷ അതിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഉണ്ടായിരിക്കില്ല എന്ന് ഡി.കെ. ശിവകുമാർ പറഞ്ഞിരിക്കുകയാണ്. ദേശീയ തലത്തിൽ വരെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ മികച്ച പദ്ധതി വഴി കർണാടകയിലെ കോടിക്കണക്കിന് സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കും. മന്ത്രിസഭയുടെ പുതിയ സാമ്പത്തിക തീരുമാനങ്ങൾ കർണാടകയുടെ സ്ഥിരതയെ ഒട്ടും ബാധിക്കാത്ത രീതിയിൽ നടപ്പാക്കുമെന്നും അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്.